നമസ്കാരം, ഞാൻ നിങ്ങൾ സ്വന്തം അഭിഷേക് ക്രിപ്റ്റോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൾറൈറ്റ്, സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു ആൽഫ എയർ ഡ്രോപ്പിൻ്റെ വീഡിയോ ആണ്. വെറും എയർ ഡ്രോപ്പ് ആണ് ഗൈസ്, ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്പ് ആണ്. ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്രീ മണി. അതായത് നമ്മൾ പൈസ ചിലവാക്കാതെ ഫ്രീ ആയിട്ട് കുറച്ച് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ടോക്കൺസ് കിട്ടും. റൈറ്റ്, ഏത് പ്രൊജക്റ്റാണ് ഗൈസ് ഇത് നമുക്കറിയാം. യൂണിസ്വാപ്പ്, ഇവിടെ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും. യൂണിസ്വാപ്പ് പണ്ട് മുതലുള്ള ഒരു ഡെക്സാണ് ഇത്തിരിയത്തിൻ്റെ. ഇവർ തന്നെ ഒരു പുതിയ നെറ്റ്വർക്ക് കൊണ്ടുവരുന്നുണ്ട്. അതായത് യൂണിചെയിൻ നെറ്റ്വർക്ക് എന്നൊരു L2 ഇവർ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒക്ടോബർ 10 ഏകദേശം ഒരു 5 ദിവസം മുമ്പാണ് ഈ പോസ്റ്റ് ഇവരിട്ടത്. ആൻഡ് ഇവരുടെ ഒഫീഷ്യൽ പേജ് തന്നെയാണത്. 1.3 മില്യൺ ഫോളോവേഴ്സ്. ഇതിന് താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് യൂണിചെയിൻ കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഇവരുടെ പുതിയ L2 ഇവർ വരാൻ പോകുന്നത്. സോ ഇവർ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഇവരുടെ ടെസ്റ്റ് നെറ്റ് റിലീസ് ചെയ്തതിനും ഇപ്പോൾ ടെസ്റ്റ് നെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് റിവാർഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നൗ ഗൈസ്, ഇതിൻ്റെ എയർ ഡ്രോപ്പ് കൺഫേംഡ് അല്ല. ബട്ട് ഞാൻ ഇതിൽ ഭയങ്കര ബുള്ളിഷാണ്. കാരണം എന്താണെന്ന് അറിയോ? കാരണം യൂണിസ്വാപ്പ് എന്ന ഈ പ്രൊജക്റ്റ് റിലീസ് ചെയ്തപ്പോൾ ഇവർ മാസീവ് എയർ ഡ്രോപ്പാണ് നൽകിയത് ഇവരുടെ ടെസ്റ്റ് നെറ്റ് യൂസ് ചെയ്തവർക്ക്. മാസീവ് എയർ ഡ്രോപ്പ്. ഐ എം ടോക്കിംഗ് അബൌട്ട് ലൈക്ക് ആവറേജ് ആൾക്കാർക്ക് കിട്ടിയേക്കുന്നത് 3 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ, അതായത് $3,000-4,000 ഒക്കെയാണ് ആവറേജ് കിട്ടിയിരിക്കുന്നത്. നോ, എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. കാരണം ഞാൻ ആ സമയത്ത് എയർ ഡ്രോപ്പ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എനിക്കിതിൻ്റെ എയർ ഡ്രോപ്പ് കിട്ടിയിട്ടില്ല. ബട്ട് കിട്ടിയ ഒരുപാട് പേര് അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. 3 ലക്ഷം 4 ലക്ഷം രൂപയാണ് കിട്ടിയത്. നോ, ഇപ്പം നിങ്ങൾക്ക് ഇത്രയും കിട്ടാൻ സാധ്യതയുണ്ടോ? നോ. ബിക്കോസ് ഇവരൊരു എയർ ഡ്രോപ്പ്, OG എയർ ഡ്രോപ്പാണ് ഇവരുടെ, പഴയ എയർ ഡ്രോപ്പാണ്. അധികം ആൾക്കാർ ഫാം ചെയ്യുന്നില്ലായിരുന്നു. ബട്ട് ഇപ്പോൾ ഒരുപാട് പേര് ഫാം ചെയ്യുന്നുണ്ട്. സോ വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കണ്ട. ഫ്രീ മണിയാണ്. റൈറ്റ്, നമുക്ക് വെറുതെ ചെറിയൊരു ട്രാൻസാക്ഷൻ ചെയ്ത് കിട്ടുന്ന പൈസ, അത് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, മണി ഈസ് മണി. റൈറ്റ്. സോ ആൻഡ് ഇവരുടെ കൺഫേംഡ് അല്ല എയർ ഡ്രോപ്പ്. ബട്ട് യൂണിസ്വാപ്പ് ആയതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇതിൽ ബുള്ളിഷാണ്. അതുകൊണ്ട് തന്നെ ഞാനും ബുള്ളിഷാണ്. സോ യൂണിചെയിൻ എന്നാണ് പ്രൊജക്റ്റിൻ്റെ പേര്. ഇത് യൂണിസ്വാപ്പിൻ്റെ തന്നെ L2 ആണ്. നൗ, എങ്ങനെയാണ് ഇതിൻ്റെ എയർ ഡ്രോപ്പ് ഫാം ചെയ്യേണ്ടത്? വളരെ സിമ്പിളാണ്. ഞാൻ ഇതിൻ്റെ ഒരു ഗൈഡ് എൻ്റെ പ്രൊഫൈൽ, എൻ്റെ ട്വിറ്റർ പ്രൊഫൈൽ നിങ്ങൾ ട്വിറ്ററിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ 20 മണിക്കൂർ മുമ്പ്, അതായത് ഇന്നലെ ഞാൻ ഇട്ടതാണ് ഇവരുടെ. അതായത് നിങ്ങൾ എൻ്റെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇത് കണ്ടിട്ടുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഈ വീഡിയോയിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന എൻ്റെ ഗൈഡിനെ ഞാൻ ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ഈ എയർ ഡ്രോപ്പ് ഫാം ചെയ്യേണ്ടത്, ഫ്രീ ആയിട്ട് എങ്ങനെയാണ് പൈസ ഏൺ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. റൈറ്റ്. സോ നമുക്ക് ഈ ത്രെഡ് ഓപ്പൺ ചെയ്യാം. സോ ആസ് യു ക്യാൻ സി, യൂണിസ്വാപ്പിൻ്റെ ഫ്രീ എയർ ഡ്രോപ്പ് ആണിത്. ഞാനിവിടെ ഇവരുടെ പേജ് ടാഗ് ചെയ്തിട്ടുണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട് ടു. നൗ, താഴെ ഞാൻ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. താഴെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്റ്റെപ്പ് 1 എന്താണ് ഗൈസ്? നമ്മൾ ടെസ്റ്റ് നെറ്റിൽ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ, ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്പ് ഫാം ചെയ്യുമ്പോൾ നമുക്ക് ടെസ്റ്റ് നെറ്റ് ടോക്കൺസ് വേണം. റൈറ്റ്. അപ്പോൾ ഇത് നമ്മുടെ ഈത്ത് സെപ്പോലിയയുടെ ടോക്കൺസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ താഴെ ഞാനിവിടെ സ്റ്റെപ്പ് 1 ഗെറ്റ് ഈത്ത് സെപ്പോലിയ ഫോസെറ്റ് എന്ന് വെച്ചാൽ ഗ്യാസ് ടോക്കൺസ് ആണത്. അതിന് വാല്യൂ ഉണ്ടായില്ല ഗൈസ്. ഇത് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആൽക്കമിയുടെ പേജിലേക്ക് പോകും. ഇതിലൂടെ നമുക്ക് മൈൻ ചെയ്യാവുന്നതാണ്. ഇതിൽ മുകളിൽ ഇവിടെ ലോഗിൻ ചെയ്യുക. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തതാണ്. എനിക്കിവിടെ അക്കൗണ്ട് ഉണ്ട്. നിങ്ങൾ കാണാൻ പറ്റുന്ന കേൾക്കുന്ന ഏറ്റവും ടോപ്പ് റൈറ്റ് കോർണറിൽ ഇവിടെ ലോഗിൻ ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി ലോഗിൻ ആണ്, അഭിഷേക് ആസ് യു ക്യാൻ സി. താഴെ നമുക്ക് ഇവിടെ നമ്മൾ നമ്മുടെ വാലറ്റ് അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെൻഡ് മീ ഈത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈത്ത് ടോക്കൺസ്, അതായത് ടെസ്റ്റ് നെറ്റ് ഈത്താണ്, വാല്യൂ ഇല്ല. ഇതിന് 0 വാല്യൂ ആണ്. ഇത് നിങ്ങൾക്ക് വാങ്ങാനോ വിൽക്കാനോ സാധിക്കില്ല. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് പുതിയ പ്രോജക്റ്റ് വരുമ്പോൾ ഇങ്ങനെ ടെസ്റ്റ് നെറ്റിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഈ പ്രോജക്റ്റുകൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാം. പൈസയുടെ വാല്യൂ ഇല്ല ഇതിന്. അങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവർ മിനിമം ഈത്ത് മെയിൻ നെറ്റിൽ 0.001 ETH, അതായത് ഏകദേശം $3-4 ഭയങ്കര മിനിമം പൈസയാണ്. ഇത് നിങ്ങളുടെ ഈത്ത് മെയിൻ നെറ്റിൽ ഉണ്ടായിരിക്കണം. കാരണം ബോട്ടുകളെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. പല ആൾക്കാരും ബോട്ടുകൾ വന്നിട്ട് ഇവിടെ നിന്ന് ഈത്ത് എടുക്കാറുണ്ട്, സെപ്പോലിയ ഈത്ത്. സോ അത് ഒഴിവാക്കാൻ വേണ്ടി റിയൽ യൂസേഴ്സിനെ നോക്കാൻ വേണ്ടിയാണ്. ഒരു $3-4 നിങ്ങളുടെ ഈ ഇത്തിരിയം മെയിൻ നെറ്റിൽ നിങ്ങൾ വെക്കുക ബാലൻസ് ആയിട്ട്. അതിന് ശേഷം മാത്രം ഇത് ട്രൈ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടില്ല. ഓക്കെ. നൗ, ആൻഡ് യെസ്, ഫോസെറ്റിന് പല വെബ്സൈറ്റുകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. ഈ ഫോസെറ്റ് എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. അതിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ബട്ട് ഇതാണ് ഏറ്റവും ജെനുവിൻ ആയിട്ടുള്ള വെബ്സൈറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. ഓക്കെ. ഇത് കൂടാതെ 1-2 ഉണ്ട്. അത് ഞാൻ വരുന്ന ദിവസങ്ങൾ കാണിക്കാം. സോ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ഈത്ത് ടോക്കൺസ് ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് 0.1 സെപ്പോലിയ ഈത്ത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. റൈറ്റ്. സോ ഞാനത് ഓൾറെഡി ക്ലെയിം ചെയ്തിട്ട് എൻ്റെ മെറ്റമാസ്ക് ഞാൻ അവിടെ കാണിച്ചു തരാം. ഇതെൻ്റെ മെറ്റമാസ്കാണ്. ഇവിടെ നമുക്ക് കാണാം. ആദ്യം നിങ്ങൾ ഓൺ ചെയ്യുക, അതായത് നെറ്റ്വർക്കിൻ്റെ സൈഡിൽ നിങ്ങളുടെ മെറ്റമാസ്കിൽ പോയി നെറ്റ്വർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ ഷോ ടെസ്റ്റ് നെറ്റ് ഉണ്ടല്ലോ, ഇത് ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്യാൻ നമുക്കിവിടെ കാണാൻ സാധിക്കും സെപ്പോലിയ. ഈ സെപ്പോലിയയാണ് ഇഥീരിയത്തിലെ സെപ്പോലിയ. മറ്റ് ചെയിൻ്റെ സെപ്പോലിയയ്ക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ലിനിയർ സെപ്പോലിയ. ആൻഡ് യു ക്യാൻ ആഡ് അനദർ വൺ. ഓക്കെ. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈത്തിൻ്റെ സെപ്പോലിയയിലാണ് ഞാനുള്ളത്. എനിക്കിപ്പോൾ 1.08 ഈത്ത് ഉണ്ട്. ഇതിന് വാല്യൂ ഇല്ല. നമുക്ക് ടെസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മളെ ഈത്ത് സെപ്പോലിയ ക്ലെയിം ചെയ്തു. നൗ താഴെ പോവുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്?
ബ്രിഡ്ജ് സം ഈത്ത് ഫ്രം സെപ്പോലിയ ടു യൂണിചെയിൻ. താഴെ ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, സൂപ്പർ ബ്രിഡ്ജ് എന്ന ലിങ്ക്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ ഗൈസ് ഇതിൻ്റെ ലിങ്ക് എല്ലാം നിങ്ങൾക്ക് എൻ്റെ ട്വിറ്ററിൽ പോയി കഴിഞ്ഞാൽ ഈ ത്രെഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇവിടുന്ന് സുഖമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ട്വിറ്ററിൽ സെക്കൻഡ് ഓപ്ഷൻ ട്വിറ്ററിലേക്ക് പോയി എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ലിങ്ക്. സോ ദാറ്റ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലിങ്ക് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ട്വിറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. ഓക്കെ, നൗ സൂപ്പർ ബ്രിഡ്ജ് സെക്കൻഡ് സ്റ്റെപ്പ്. സൂപ്പർ ബ്രിഡ്ജിൽ പോയി കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, സെപ്പോലിയയിൽ നിന്ന് യൂണിചെയിൻ്റെ സെപ്പോലിയയിലേക്ക് ഈത്ത് ട്രാൻസ്ഫർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയൊരു എമൗണ്ട് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ ട്രാൻസ്ഫർ ചെയ്യാം. സോ 0.1 ഈത്താണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്തത്. നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ഓർക്കണം ഗൈസ്, എപ്പോഴും എല്ലാ ചെയിനിലും ഗ്യാസ് ഫീ ബാക്കി വെക്കണം. അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് ക്ലെയിം ചെയ്യുമ്പോൾ 0.1 ഈത്താണ് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നതെങ്കിൽ നിങ്ങളിവിടെ 0.01 ഈത്തോ അല്ലെങ്കിൽ 0.05 ഈത്തോ എന്തെങ്കിലും ചെയ്താൽ മതി. വളരെ ചെറിയ എമൗണ്ടിൽ ചെയ്താൽ മതി. ടെസ്റ്റ് നെറ്റ് ആണിത്. ഓക്കെ, സോ എനിക്കിപ്പോൾ 1 ഈത്ത് ഉള്ളതുകൊണ്ട് തന്നെ 0.1 ഈത്ത് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആൻഡ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എത്ര പോകും, 0.1 ഈത്ത് പോകും. ആൻഡ് ഗൈസ് ഫീസ് ഫ്രീ ആണ് ഇവിടെ. ആൻഡ് ഗൈസ് ഇത് ടെസ്റ്റ് നെറ്റ് ആണ്, ഫീസ് ഒന്നും പോയില്ല, ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാം. സോ റിവ്യൂ ബ്രിഡ്ജ് ക്ലിക്ക് ചെയ്തു. ഇവിടെ കാണാൻ സാധിക്കും എത്ര എമൗണ്ട് ആണ് ഇവിടെ നിന്നാണ് പോകുന്നത് സെപ്പോലിയ. ആൻഡ് ഗൈസ് മെയിൻ ടീ നല്ല സെൻഡ് ചെയ്യേണ്ടത് എഗെയിൻ നിങ്ങൾ എപ്പോഴും നെറ്റ്വർക്ക് എപ്പോഴും സൂക്ഷിച്ച് വേണം യൂസ് ചെയ്യാൻ വേണ്ടി. കാരണം മെയിൻ നെറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒറിജിനൽ പൈസ പോകും. ഇതെൻ്റെ സെപ്പോലിയ ടെസ്റ്റ് നെറ്റിൽ നിന്നാണ് ഞാൻ അയക്കുന്നത്. സോ മേക്ക് ഷുവർ ഇത് ആലോചിക്കുക നിങ്ങൾ. ഓക്കെ, ക്രിപ്റ്റോയിൽ എപ്പോഴും നമ്മൾ അവെയർ ആയിരിക്കണം. ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പണി പാടും. ഓക്കെ, ഞാൻ ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തു ആൻഡ് അക്സെപ്റ്റ് ചെയ്യുക ടേംസ് ആൻഡ് കണ്ടീഷൻ ഇവരുടെ. ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തു. എഗെയിൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടെന്ന് ചോദിക്കുന്നു, സ്റ്റാർട്ട് ബ്രിഡ്ജിങ്. ആൻഡ് ഇവിടെ നമുക്ക് മെറ്റമാസ്കിൻ്റെ പോപ്പപ്പ് വരും. 1 സെക്കൻഡ്. ഓക്കെ, മെറ്റമാസ്ക് ചോദിക്കുന്നുണ്ട്. എസ്റ്റിമേറ്റഡ് ഫീ $71 ആണ്. ഇത് ഫ്രീ ആണ്, നമ്മളെ പൈസ പോവില്ല, ടെസ്റ്റ് നെറ്റ് ഫീ ആണിത്. ഓക്കെ, സോ ഫ്രീ മണി കൺഫേം ചെയ്തു. ആൻഡ് വെയിറ്റ് ഫോർ 3 minutes ഗൈസ്. ഇത് 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. കാരണം ന്യൂ ബ്രിഡ്ജാണ്, അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. ന്യൂ ചെയിൻ അല്ലേ യൂണിചെയിൻ, അപ്പോൾ കുറച്ച് സമയമെടുക്കും. അപ്പോൾ വെയിറ്റ് ചെയ്യാം. ഞാനിത് കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ് ഗൈസ്. സോ ഫൈനലി ഇവിടെ 3 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ 3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഇവിടെ കാണാൻ സാധിക്കും ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സെൻഡ് ആയി കഴിഞ്ഞു നമ്മുടെ ബ്രിഡ്ജിങ് ട്രാൻസാക്ഷൻ. ഗൈസ് തേർഡ് സ്റ്റെപ്പിലേക്ക് പോകാൻ നമുക്ക് ക്ലിക്ക് ഓൺ വിഡ്രോ ആൻഡ് ആഡ് യൂണിചെയിൻ നെറ്റ്വർക്ക്. ഗൈസ് മെറ്റമാസ്കിൽ എപ്പോഴും നമുക്ക് യൂണിചെയിൻ ഓൾറെഡി ആഡ് ആയിരിക്കില്ല, പുതിയ നെറ്റ്വർക്ക്സ്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യണം. അതെങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്, ബാക്ക് ടു ബ്രിഡ്ജിലേക്ക് പോവുക. ആൻഡ് ഇവിടെ നമുക്ക് ഇപ്പോൾ നമ്മൾ സെൻഡ് ചെയ്തത് സെപ്പോലിയെന്ന് യൂണിചെയിനില്ലേ, ഇപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ആരോ ബട്ടൺ ഉണ്ട്, ഈ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂണിചെയിൻ ഫ്രണ്ടിൽ വരും, ഇവിടെ സെപ്പോലിയ ബാക്കിൽ വരും. റൈറ്റ്, അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യാനുള്ള ലിങ്കാണിത്. സോ നമ്മൾ യൂണിചെയിൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ ബ്രിഡ്ജ് 0.1 ഈത്ത് ഇവിടെ ഉണ്ട്. സോ ഒരു ചെറിയ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് ചെയ്യാം, 0.01. ഓക്കെ, ഏറ്റവും മിനിമം ആണിത്. ബാക്കി ഞാൻ കുറച്ച് ഈത്തിൽ വെച്ചിട്ടുണ്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി. നൗ 0.01 വേണമെന്നില്ല, 0.01 ആയാലും വാട്ട് എവർ ഇറ്റ് ഈസ്, ചെറിയൊരു എമൗണ്ട് നമ്മൾ ബ്രിഡ്ജ് ചെയ്യുന്നു. സോ റിവ്യൂ ബ്രിഡ്ജ് ക്ലിക്ക് ചെയ്യുക ആൻഡ് ദെൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക ആൻഡ് ആക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ. കണ്ടിന്യൂ. ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് വെയിറ്റ് എ സെക്കൻഡ്. യെസ്, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവരട്ടെ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവർ ചോദിക്കുന്നുണ്ട് പുതിയ നെറ്റ്വർക്ക് ആഡ് ചെയ്തോട്ടേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ താനെ അവർ ആഡ് ചെയ്തോളും. ഇവിടെ യൂണിചെയിൻ സെപ്പോലിയ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. സോ താഴെ അപ്രൂവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആൻഡ് സ്വിച്ച് നെറ്റ്വർക്ക്. അപ്പോൾ നമ്മൾ സെപ്പോലിയയിൽ നിന്ന് നേരെ യൂണിചെയിനിലേക്ക് പോകും. സോ സ്വിച്ച് നെറ്റ്വർക്ക് കൊടുക്കുക. അതിന് ശേഷം വെയിറ്റ് ഫോർ 10 minutes ആണ് പറഞ്ഞിരിക്കുന്നത്. ഗൈസ് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. 1 second ആൻഡ് കൺഫേം ട്രാൻസാക്ഷൻ. കൺഫേം ചെയ്ത് കഴിഞ്ഞു. ഇനി 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, അതിനുശേഷം പ്രൂവ് ചെയ്യാനുള്ളതാണ്. സോ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എഗെയിൻ വരാം, ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. സോ ഗൈസ് നമുക്കിത് ഫുള്ള് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇത് താനെ നടന്നുകൊണ്ടിരിക്കട്ടെ ബാക്കിൽ. ഇത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു വന്ന് വിഡ്രോ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് തൽക്കാലം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്, സ്റ്റെപ്പ് 4. ഗോ ടു app.uniswap. യൂണിസ്വാപ്പിൻ്റെ സൈറ്റിൽ പോവുക, കണക്ട് വാളറ്റ് ആൻഡ് സെറ്റിംഗ്സിൽ പോയി ടെസ്റ്റ് നെറ്റ് ആക്കുക. മെയിൻ നെറ്റ് അല്ല ഗൈസ്, ടെസ്റ്റ് നെറ്റ് ഓൺ ചെയ്യുക. അതിനുശേഷം ദെൻ ഡു സം സ്വാപ്സ് ഓൺ യൂണിചെയിൻ നെറ്റ്വർക്ക്. ഓക്കെ, താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം യൂണിസ്വാപ്പിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ആപ്പ് കണക്ട് ചെയ്യുക, അതായത് മെറ്റമാസ്ക് വാളറ്റ് നമുക്ക് കണക്ട് ചെയ്യുക. സോ കണക്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ പോപ്പപ്പ് വരും. അതിനുശേഷം 1 second നെക്സ്റ്റ് കൊടുക്കുക, കൺഫേം. കണക്റ്റ് ആയി കഴിഞ്ഞു. ഓൾറൈറ്റ്, സോ ഗൈസ് നെക്സ്റ്റ് ഇനി നമുക്ക് ടെസ്റ്റ് നെറ്റിലേക്ക് പോകണം. സോ ടെസ്റ്റ് നെറ്റ് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ വാളറ്റ് അഡ്രസ് ഉണ്ടോ, ഈ വാളറ്റ് അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും സെറ്റിംഗ്സിൻ്റെ സൈൻ കാണാം. ഇവിടെ ഈ സെറ്റിംഗ്സിൻ്റെ സൈനിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ടെസ്റ്റ് നെറ്റ് മോഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യുക. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ പോപ്പപ്പ് വരും, ടെസ്റ്റ് നെറ്റ് മോഡ് ഓൺ ചെയ്തു എന്ന് വരും. സോ നമുക്ക് ഇൻറ്റു ക്ലിക്ക് ചെയ്യുക, ബാക്കിലേക്ക് പോവുക. അതിനുശേഷം
സോ ഗൈസ് അങ്ങനെ നമ്മൾ ടെസ്റ്റഡ് മോഡ് ഓൺ ചെയ്തു. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഈത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് നെറ്റ്വർക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉള്ളത് സെപ്പോലിയ ഈത്തിലാണുള്ളത്. സോ നമ്മളിവിടെ താഴത്തെ ഈ ആരോ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് യൂണിചെയിൻ സെപ്പോലിയ ഉണ്ടോ, ഈ യൂണിചെയിൻ സെപ്പോലിയ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് യൂണിചെയിനിലേക്ക് പോകും, ആ നെറ്റ്വർക്കിലേക്ക് പോകും. അതിൻ്റെ ഈത്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സ്വാപ്പ് പെർഫോം ചെയ്യണം. സ്വാപ്പ് പെർഫോം ചെയ്യാൻ വേറെ ഒരു കോയിനും ഇപ്പോൾ തൽക്കാലം ഇല്ല. ഇപ്പോൾ ഉള്ളത് ആകെ റാപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ തൽക്കാലം നമുക്ക് റാപ്പ് ചെയ്യാം. സോ 0.001 ജസ്റ്റ് ഒരു ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ റാപ്പ് ചെയ്യുന്നു. ഓക്കെ, സോ റാപ്പ് ക്ലിക്ക് ചെയ്തു. നൗ വെയിറ്റ് ഫോർ ദ പോപ്പപ്പ്, കൺഫേം ചെയ്യുക. അഗെയിൻ ഇത് ടെസ്റ്റ് നെറ്റിലാണ്, സോ നോ മണി, ഫ്രീ ട്രാൻസാക്ഷൻ, വെയിറ്റ്. ഓക്കെ, റാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ ഈ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്തതിനാൽ റാപ്പ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ഈത്തിലേക്ക് പോകാം. സോ മാക്സ് ക്ലിക്ക് ചെയ്തു, അഗെയിൻ അൺറാപ്പ് ചെയ്യുന്നു ഞാൻ, ആൻഡ് കൺഫേം. അൺറാപ്പിംഗ്. ഓക്കെ, അൺറാപ്പ് ചെയ്ത് കഴിഞ്ഞു. സോ ഗൈസ് ഇങ്ങനെ ഞാൻ ഇപ്പോൾ സ്വാപ്പ് 2 ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസവും 1-2 ട്രാൻസാക്ഷൻ വീതം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 1-2 ട്രാൻസാക്ഷൻ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ഗൈസ് ഇവിടെ റാപ്പ് ചെയ്തിൽ ക്ലിക്ക് ചെയ്തിട്ട് യൂണിചെയിൻ മാറ്റി നമുക്ക് സെപ്പോലിയനും 1-2 ട്രാൻസാക്ഷൻ ചെയ്യാം. മേ ബി അറിയില്ല, ഇനിയിപ്പോൾ അത് ചെയ്യാത്തതുകൊണ്ട് എന്തെങ്കിലും വിഷയം വരുമെന്ന് അറിയില്ല. സോ അതുകൊണ്ട് നമുക്ക് ഈത്ത് സെപ്പോലിയയിൽ പോയിട്ട് അവിടെയും നമുക്കൊരു 1-2 ട്രാൻസാക്ഷൻ ടെസ്റ്റ് നെറ്റിൽ നമുക്ക് ചെയ്യാം. സോ നമ്മൾ താഴെ പോകുന്നു, ആൻഡ് ഈത്ത് ഇവിടെ നമുക്ക് റാപ്ഡ് മാത്രമല്ല, നമുക്കിവിടെ റാപ്ഡ് ചെയ്ത് മാത്രമല്ല USDCയും കിട്ടും, അല്ലെങ്കിൽ യൂണിസ്വാപ്പും കിട്ടും. സോ നമ്മളിപ്പോൾ 0.001 ചെറിയ ട്രാൻസാക്ഷൻ USDCയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആൻഡ് ദെൻ സ്വാപ്പ്. സോ ആദ്യം നമുക്ക് യൂണിചെയിൻ നെക്സ്റ്റ് സെപ്പോലിയയിലേക്ക് വരാൻ പറയുന്നു. സോ സ്വിച്ച് നെറ്റ്വർക്ക് കൊടുക്കുക. 1 സെക്കൻഡ്, സ്വിച്ച് നെറ്റ്വർക്ക്, ആൻഡ് ദെൻ കൺഫേം. പോപ്പപ്പ് വന്നു, കൺഫേം. ഓക്കെ, സോ അങ്ങനെ നമ്മൾ സെപ്പോലിയയിലും നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നു, യൂണിചെയിനും ട്രാൻസാക്ഷൻ ചെയ്യുന്നു. സോ രണ്ടിലും സ്വാപ്പ് നമ്മളിങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക. സമയം കിട്ടുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലോ 2 ദിവസം, അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയാണ് ടെസ്റ്റ് നെറ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നൗ ഇത് പിന്നെയും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്ന ട്രാൻസാക്ഷൻ, ഞാനത് പിന്നീട് നിങ്ങൾ ചെയ്തോളൂ, ഞാൻ കാണിക്കുന്നില്ല, വീഡിയോ ഭയങ്കര ലെങ്തി ആവും. നമുക്കിനി 1 സെക്കൻഡ് നമുക്ക് ബ്രിഡ്ജ് റെഡി ആയി നോക്കട്ടെ. ബ്രിഡ്ജിന് 4 മിനിറ്റ്സ് ഉണ്ട്. സോ നമുക്ക് എഗെയിൻ പോകാം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? 4 സ്റ്റെപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ഡൺ എന്ന് കൊടുത്തിട്ടുണ്ട് ഗൈസ്, ബട്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇത് ഈ ട്വീറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് 1-2 പുതിയ ട്രാൻസാക്ഷൻസ് കിട്ടി. സോ നമുക്ക് അതിലേക്ക് പോകാം. എന്താണിത്? യു ക്യാൻ ഓൾസോ ഡിപ്ലോയ് എ സ്മാർട്ട് കോൺട്രാക്ട്. നമുക്കറിയാം ഗൈസ്, ഒരുപാട് ആൾക്കാർ ടെസ്റ്റ് നെറ്റ് യൂസ് ചെയ്യുമ്പോൾ സ്മാർട്ട് കോൺട്രാക്ട് ആഡ് ചെയ്യാറില്ല. സോ നമ്മൾ ഇതൊരു ആൽഫയാണ് ഗൈസ്, കാരണം വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ചെയ്യാറുള്ളൂ. സോ നമുക്ക് റിവാർഡ് കിട്ടുമ്പോൾ, എയർ ഡ്രോപ്പ് കിട്ടുമ്പോൾ നമ്മുടെ ഈ സ്മാർട്ട് കോൺട്രാക്ട് ഡിപ്ലോയ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ റിവാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എമൗണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്ക് ഔൾട്ടോ എന്ന് പറഞ്ഞ ഈ സൈറ്റിലേക്ക് പോകാം. ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഈ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുക. സോ ഔൾട്ടോ ഒരു ബ്രിഡ്ജാണ് ഗൈസ്. ആൻഡ് ഗൈസ് വൺ മോർ തിങ്, ഇത് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഒരെണ്ണമല്ല 2ാമത്തെ എയർ ഡ്രോപ്പാണിത്, കാരണം ഔൾട്ടോയുടെയും എയർ ഡ്രോപ്പ് വരാൻ നിൽക്കുന്നുണ്ട് ഈ ബ്രിഡ്ജിൻ്റെ. സോ ഈ ബ്രിഡ്ജിൻ്റെ എയർ ഡ്രോപ്പിലും ക്വാളിഫൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്കിവിടെ കാണാം, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് നെറ്റ്വർക്ക്സ് കാണാം. അതിൽ യൂണിചെയിൻ എന്ന ഈ നെറ്റ്വർക്ക് വേണം ക്ലിക്ക് ചെയ്യാൻ വേണ്ടി. ബാക്കി നെറ്റ്വർക്കുകളെല്ലാം മെയിൻ നെറ്റാണ്. ബേസ് ആയിക്കോട്ടെ, മറ്റ് സ്ക്രോൾ ആയിക്കോട്ടെ, ZK സിങ്ക് ആയിക്കോട്ടെ, ബാക്കിയെല്ലാം മെയിൻ നെറ്റാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ പോകും. നമ്മൾ യൂണിചെയിൻ മാത്രമാണ് ഫ്രീ, കാരണം ഇത് ടെസ്റ്റ് നെറ്റിലാണുള്ളത്. സോ ഇവിടെ കണക്ട് ചെയ്യുന്നു, ആൻഡ് ദെൻ നമുക്ക് മെറ്റമാസ്ക് കണക്ട് ചെയ്യാം. നമ്മളെപ്പോഴും ഓരോ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും അവെയർ ആയിരിക്കണം, ഇല്ലെങ്കിൽ പൈസ പോകും. ഞാൻ അതുകൊണ്ടാണ് വീണ്ടും ചെയ്തത്. ഞാൻ പെട്ടെന്ന് ചെയ്യാറുണ്ട്, ബട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പയ്യെ ചെയ്തത്. നമുക്കിവിടെ ബേസിക് മോഡും ERC20 മോഡും ഉണ്ട്. 2 മോഡിലും നമുക്ക് ചെയ്യാം. നമുക്ക് പറയാൻ പറ്റില്ല ഏതാണ് എടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. സോ രണ്ടും ചെയ്യാം, ഫ്രീ അല്ലേ. സോ എഗെയിൻ സെപ്പോലിയിൽ നിന്ന് യൂണിചെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നു. സോ സ്വിച്ച് നെറ്റ്വർക്ക് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഡിപ്ലോയ് കാണിക്കുന്നുണ്ട്, ഡിപ്ലോയിങ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് താനെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിച്ചു. നമുക്ക് അധികം ഇതൊന്നും ടെൻഷനൊന്നും വേണ്ട. അത് 0 ഫീസാണ്. കൺഫേം അടിക്കുക. ആൻഡ് കൺഫേം ചെയ്യുന്നതോട് ഈ ട്രാൻസാക്ഷൻ നമുക്ക് സക്സസ്ഫുൾ ആയാൽ, വെയിറ്റ് എ സെക്കൻഡ്, ഡിപ്ലോയിങ്, യെസ് കൺഫേംഡ്, ട്രാൻസാക്ഷൻ കൺഫേം ആയി കഴിഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കൺഗ്രാജുലേഷൻ, ഇത് ഡിപ്ലോയ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് ERC20 പോകാം. ഇവിടെ നമ്മൾ ടോക്കൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എന്തെങ്കിലും ടോക്കൺ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. എന്തെങ്കിലും, ഞാനിപ്പോൾ സാധാരണ മീം കോയിനാണ് എല്ലാവരും ക്രിയേറ്റ് ചെയ്യാറ്. ഞാൻ തമാശയ്ക്ക് ജസ്റ്റ് യൂണിചെയിൻ അല്ല, അപ്പോൾ യൂണിചെയിൻ ഈനു, അപ്പോൾ യൂണി നമുക്ക് കൊടുക്കാം. യൂണി ഈനു നല്ല പേരല്ലേ. യൂണി ഈനു എന്ന ടോക്കണാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ സിമ്പൽ നമുക്ക് UINU. ഓക്കെ, UINU അത് നമുക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാൻ നിൽക്കുവാണെങ്കിൽ നിങ്ങളുടെ പേര് വെച്ച് ടോക്കൺ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്കൺ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെച്ച് ചെയ്യാം. സോ ഇവിടെ ഡിപ്ലോയ് ക്ലിക്ക് ചെയ്യുന്നു, ആൻഡ് ദെൻ കൺഫേം ചെയ്യാൻ പറയുക. കൺഫേം ചെയ്യുന്നു.
ERC20 മോഡിൽ ഡിപ്ലോയിങ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നു. 1 second. Wait for the confirmation. Hold here guys. കുറച്ച് സമയം എടുക്കുന്നു. യെസ്, കൺഫേംഡ്. ആസ് യു ക്യാൻ സീ ഹിയർ, ഇവിടെ നമുക്ക് ഒന്നല്ല 2 ട്രാൻസാക്ഷൻ, 2 സ്മാർട്ട് കോൺട്രാക്ട് നമ്മൾ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞു, ബേസിക് മോഡിലും ERC20 മോഡിലും. ദിസ് ഈസ് ആൻ ആൽഫ ഗൈസ്. മേക്ക് ഷുവർ ഇത് നിങ്ങൾ പെർഫോം ചെയ്യുക. ഫ്രീ ആണ്, പൈസ കൊടുക്കണ്ട. നൗ ലാസ്റ്റ് സ്റ്റെപ്പ്, 1 more സ്റ്റെപ്പ് ഉണ്ട്. ഇതിന് ശേഷം നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെയാണ് താഴെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. യു ക്യാൻ ഓൾസോ ബൈ എൻ NFT, ബട്ട് ഇത് പെയ്ഡ് ആണ്. അതായത് നിങ്ങൾക്ക് പൈസ ചെറിയ ഒരു എമൗണ്ട് ചിലവാകും. എത്രയാണ്? $0.79. വെറും 80 സെൻറ്റ്സേ പോകുന്നുള്ളൂ. $1 പോലും ആവുന്നില്ല. ഇത് ഏകദേശം 50 രൂപയോളം വരും. ഇന്ത്യൻ മണി നോക്കിയാൽ 50 രൂപയുടെ അടുത്ത് ഏകദേശം വരും. സോ ഇത്രയും പൈസ ചിലവാകും. ബട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ NFT ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോറയുടെ എയർ ഡ്രോപ്പും ക്വാളിഫൈ ആവാൻ സാധ്യതയുണ്ട്. അതായത് ഒരു വെടിക്ക് 3 പക്ഷി, യൂണിച്ചെയിൻ്റെ ആയി, അതുപോലെ തന്നെ ഔട്ടോ ബ്രിഡ്ജിൻ്റെ 2ാമത്തെ എയർ ഡ്രോപ്പ് ആൻഡ് സോറ ചെയിനിൻ്റെ 3ാമത്തെ എയർ ഡ്രോപ്പ്. സോ 3 എയർ ഡ്രോപ്പാണ് ഞാൻ ഈ ഒറ്റ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. നൗ ഈ ഒറ്റ ട്രാൻസാക്ഷൻ ചെയ്തതെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് എയർ ഡ്രോപ്പ് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഈ ഔട്ടോ ബ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ സോറയും ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യണം നിങ്ങൾ. അതായത് മിൻറ്റ് ചെയ്യുക, ബൈ ചെയ്യുക, സെല്ല് ചെയ്യുക NFTs. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് കിട്ടുള്ളൂ. ബട്ട് നിങ്ങൾ ഓൾറെഡി ഫാം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. സോ സോറയുടെ പേജിലേക്ക് പോകും. നൗ എഗെയിൻ ഗൈസ്, ഞാനിപ്പോൾ ഇത് ബൈ ചെയ്യുന്നില്ല, കാരണം ഞാൻ എൻ്റെ സോറ എയർ ഡ്രോപ്പ് ഫാം ചെയ്യുന്നത് വേറെ ഒരു വാളറ്റിലാണ്, അത് വേറെ ഒരു ബ്രൗസറിലാണുള്ളത്. ഞാൻ അതിൽ ഓൾറെഡി ബൈ ചെയ്ത് കഴിഞ്ഞു. സോ ഇതിന് ഞാനത് ചെയ്യുന്നില്ല. സോ നിങ്ങൾ സോറ എയർ ഡ്രോപ്പ് ഏത് മെറ്റമാസ്കിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, ആ ഇതിൽ നിങ്ങൾ ബൈ ചെയ്യുക. അവിടെ നമുക്ക് കാണാൻ സാധിക്കും ലോഗിൻ ചെയ്യണം. മുകളിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു യൂണിച്ചെയിൻ ഡിസൈൻ ഫോർ DeFi എന്ന ഈ NFT വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ബൈ എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ബൈ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. 1 second, ഞാൻ ജസ്റ്റ് ഫോർമാലിറ്റിക്ക് വേണ്ടി ചെയ്ത് കാണിച്ചു തരാം. ഞാൻ വേറൊരു വോൾട്ടിൽ ഓൾറെഡി ബൈ ചെയ്തതുകൊണ്ട് ഞാൻ ഈ വോൾട്ടിൽ ബൈ ചെയ്യുന്നില്ല. ഇത് നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ്. സോ കൺഫേം ചെയ്യുന്നു. കൺഫേം ചെയ്തതിന് ശേഷം ഇവിടെ ബൈ കാണാം. അപ്പോൾ നമ്മൾ ലോഗിൻ ആയി കഴിഞ്ഞു. ഇവിടെ അതിനുശേഷം ബൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഏകദേശം 0.81 ഗ്യാസ് ഫീയും കൂട്ടിയിട്ട് 0.81 ആണുള്ളത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 311 പോയിൻറ്റ്സ് കിട്ടും, സ്റ്റാർസ് കിട്ടും സോറയുടെ. റൈറ്റ്. സോ നമ്മളിവിടെ സോറയിൽ ഇപ്പോൾ ബാലൻസ് ഇല്ല എൻ്റെ, അപ്പോൾ നമുക്ക് ബ്രിഡ്ജ് ചെയ്യണം. ഇപ്പോൾ സോറയിൽ നിങ്ങൾക്ക് ബാലൻസ് ഇല്ലെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത്തിരിയത്തിലോ അല്ലെങ്കിൽ ഒപ്റ്റിമിസത്തിലോ ബേസിലോ ആർബിട്രത്തിലോ അല്ലെങ്കിൽ സോറയിലോ ഇതിലേതെങ്കിലും ഇതിൽ ബാലൻസ് ഉണ്ടെങ്കിൽ, അതായത് മെയിൻ നെറ്റിൽ ബാലൻസ് ഉണ്ടെങ്കിൽ, അതായത് റിയൽ മണി നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിലുണ്ടെങ്കിൽ $1 താഴെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ മിൻറ്റ് ചെയ്യാവുന്നതാണ്. സോ അതിനുശേഷം ഈ NFT കൂടെ ആയിക്കഴിഞ്ഞാൽ യൂണിച്ചെയിൻ്റെ ഒരു ആൽഫ അധികം ആൾക്കാർ, ആകെ 1.5 ലക്ഷം ആൾക്കാർ ഇത് ചെയ്തിട്ടുള്ളൂ ഗൈസ്. ഏകദേശം നമുക്ക് കാണാൻ സാധിക്കും 1.5 ലക്ഷം 155K ആൾക്കാർ മാത്രമേ ഈ NFT ബൈ ചെയ്തിട്ടുള്ളൂ. ഈ എയർ ഡ്രോപ്പ് മിക്കവാറും മില്യൺസ് ഓഫ് ആൾക്കാർ ഓൾറെഡി ചെയ്യുന്നുണ്ടാവും. സോ നമ്മൾ ഓൾറെഡി 10% വരും. സോ ദാറ്റ് ഈസ് ഓൾസോ എൻ ആൽഫ. സോ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. സോ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഫോസറ്റ് ക്ലെയിം ചെയ്തു, ബ്രിഡ്ജിങ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ വന്ന് സ്വാപ്പ് ചെയ്തു യൂണിസ്വാപ്പിൽ. അതിനുശേഷം ഇവിടെ ഒരു സ്മാർട്ട് കോൺട്രാക്ട് ഔട്ടോയിൽ പോയി ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ലാസ്റ്റ് NFTയും ബൈ ചെയ്ത് കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ തൽക്കാലം ഇത്രയും ഉള്ളൂ. ഇനി പുതിയ എന്തെങ്കിലും ട്രാൻസാക്ഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഇവിടെ ബ്രിഡ്ജ് കഴിഞ്ഞു നോക്കാം. യെസ്, ബ്രിഡ്ജിൻ്റെ 10 മിനിറ്റ് കഴിഞ്ഞു. അതിനിവിടെ പ്രൂവ് ഓൺ സെപ്പോലിയെ പറഞ്ഞിട്ടുണ്ട്. 1 second. ഞാൻ സെപ്പോലിയയിലാണ് ഉള്ളത്. 1 second, ഞാനൊന്ന് നെറ്റ്വർക്ക് ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. സോ ഗൈസ്, ഞാൻ ട്രൈ ചെയ്തു, ബട്ട് ഈ പ്രൂവ് ബട്ടൺ വരുന്നില്ല. സോ മേ ബി കൺജഷൻ ഉണ്ടാവും നെറ്റ്വർക്കിൽ. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് വരും. ആൻഡ് ഗൈസ്, ഇവിടെ പ്രൂവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വെയിറ്റ് ഫോർ 7 days ഉണ്ട്. സോ 7 ദിവസത്തിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് സെഫോലിയയിലേക്ക് കിട്ടുള്ളൂ. 7 ദിവസം വരെ കൊടുക്കുന്നുണ്ടെങ്കിലും മേ ബി ഒരു 4-5 ദിവസം കൊണ്ട് ചിലപ്പോൾ ആവുമായിരിക്കും, അറിയില്ല. സോ നമ്മൾ റെഗുലറായിട്ട് ഏകദേശം ഒരു 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസത്തിലൊരിക്കലും, ആഴ്ചയിലൊരിക്കലും നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കണം, വിഡ്രോ ആയി കഴിഞ്ഞോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, സോ അതും നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ തൽക്കാലം ഇവിടെ പ്രൂവ് കാണുന്നില്ല, മേ ബി കൺജഷൻ കൊണ്ടായിരിക്കും. അതുകൊണ്ട് ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ആൻഡ് ദെൻ പിന്നീട് എപ്പോഴെങ്കിലും വരുമ്പോൾ ഞാനിവിടെ പ്രൂവ് ക്ലിക്ക് ചെയ്ത് again അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഓൾറൈറ്റ്. സോ ഗൈസ്, ഇങ്ങനെയാണ് യൂണിചെയിൻ എന്ന യൂണിസ്വാപ്പിൻ്റെ പുതിയ ചെയിൻ എയർ ഡ്രോപ്പ് ഫാം ചെയ്യേണ്ടത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് ലെങ്തി ആയി, ബട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എൻ്റെ എല്ലാ വീഡിയോസും ലെങ്തി ആണെങ്കിലും കുഴപ്പമില്ല, ഞാൻ എല്ലാവർക്കും കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ചെയ്യാറുണ്ട്. സോ കാരണം അതെൻ്റെ എത്തിക്സ് ആണ്. ഓൾറൈറ്റ്. സോ ഗൈസ്, ദാറ്റ്സ് pretty much it. Until next time, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ഷെനോയ്. Signing out. Print money.